ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ബിഗ് ബോസ് 3 തവണ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ജിസേലിന്. ഈ ഒരു വസ്ത്രത്തിന്റെ കേസിൽ തന്നെ ഇതിപ്പോ 3ാമത്തെ വാർണിംഗ് ആണ്. 2 തവണ വാർണിംഗ് കിട്ടിയത് ഡ്രസ്സ് അടിച്ചു മാറ്റി ഇട്ടതിന്റെ പേരിലാണ്. ഇപ്പൊ 3ാമത്തെ തവണ വാർണിംഗ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കൊടുത്തതല്ലാതെ ഒന്നും തന്നെ ഇടാൻ പാടില്ല എന്നുള്ളൊരു കേസിലാണ്. ഈ ഒരു വഴക്കുണ്ടാവാൻ കാരണം തന്നെ ജിസേലിന്റെ ആ ഒരു വസ്ത്രമാണ്. അത് ബിഗ് ബോസ് കൊടുത്തത് തന്നെയാണ്, പക്ഷെ അത് ഉള്ളിലിടുന്ന സാധനമാണ്, പുറത്തിടുന്ന സാധനമല്ല. അപ്പൊ ആ ഒരു സാധനം അത് കീറിപ്പോയത് കൊണ്ട് ആ ഒരു ടോപ്പ് ഇടാതെ അതിന്റെ പാന്റ് മാത്രം മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു പാന്റ് മാത്രമാണ് ജിസേൽ ഇട്ടോടെ തടന്നത്. വേറൊരു ടോപ്പും കൂടി അതിന്റെ കൂടെ ജിസേൽ ഇട്ട് പിന്നെ ബിഗ് ബോസ് കൊടുത്ത ആ ഒരു ബ്ലൂ കളർ ആ ഒരു ക്ലോത്തും കൂടി ഇട്ടിട്ടാണ് ജിസേൽ ആ വഴി നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു റിമാർക്ക് നടത്തിയത് എനിക്ക് തോന്നുന്ന അനുമോള് തന്നെയാണെന്നാണ്. കാരണം അനുമോളാണ് ആ ഒരു കാര്യത്തെ ചോദ്യം ചെയ്തത്. ഡ്രസ്സെന്നാ തന്നെ കീറുവോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചത് അനുമോളാണ്. പിന്നെ കുടുംബ പ്രേക്ഷകരുടെ കാര്യവും അങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന അനുമോൾ ആരാണ്? ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ പറയാനായിട്ട്. അപ്പൊ ജിസേലിന്റെ അവസ്ഥ ജിസേലിനെ അറിയത്തുള്ളൂ. കാരണം വെളിയിൽ അമ്മാതിരി അത്രയും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് നടന്ന അങ്ങനത്തെ ഒരു മോഡലാണ് പുള്ളിക്കാരത്തി. അപ്പൊ അകത്തേക്ക് കയറി അങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ ബിഗ് ബോസ് കൊടുത്തത് മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസിനെയും ഗെയിമിനെയും ഒക്കെ വല്ലാതെ അത് ബാധിക്കുന്നുണ്ട് ജിസേലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അനുമോളാണെങ്കിൽ അനുമോൾക്ക് കിട്ടിയത് വെച്ചാൽ അനുമോൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇടുന്നുണ്ട്, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ വേറൊരാളുടെ കാര്യത്തിൽ കയറി അനാവശ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ് എന്നിട്ട് ജിസേലിന്റെ വായിരിക്കുന്നത് കേട്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ കരഞ്ഞത് പൊക്കത്തെ പറ്റി പറഞ്ഞതിന്റെ പേരിലാണ്. പൊക്കത്തെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് ബോഡി ഷേമിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അങ്ങനെ ആ രീതിയിലുള്ള ഒരു റിമാർക്ക് അല്ല ജിസേല് നടത്തിയത്. കുള്ളി എന്നൊന്നും വിളിക്കുന്നത് കേട്ടില്ല. ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്, കുള്ളി എന്നൊക്കെ വിളിക്കുന്നതാണ് ബോഡി ഷേമിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതാണ് ഒരു ഇൻസൾട്ട് എന്ന് പറയുന്നത്. ബോഡി ഷേമിംഗിന്റെ അകത്ത് തന്നെ വരുന്ന ഒരു ഇൻസൾട്ട് ആണ് അത്.